നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സോളാർ വീണ്ടും പുകയുന്നു. ആരോപണ പ്രത്യാരോപണങ്ങളിൽ ഇരുമുന്നണികളും. സമരം അവസാനിപ്പിക്കാൻ തിരുവഞ്ചൂർ വിളിച്ചതായി ജോൺ ബ്രിട്ടാസും ഒത്തുതീർപ്പിന് പോകേണ്ട ആവശ്യം തങ്ങൾക്കില്ലെന്ന് MV ജയരാജനും. തോട്ടടയിൽ തീപിടുത്തം. തീ പടർന്നത് സമാജ്വാദി കോളനിക്ക് സമീപമുള്ള പറമ്പിൽ. ഫയർഫോഴ്സിന്റെ ഇടപെടലിൽ ഒഴിവായത് വൻ ദുരന്തം. നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന സ്ഥലത്തെ തീപിടുത്തം ജനങ്ങളിൽ ആശങ്കയ്ക്കിടയാക്കി. നിധിൻ ചികിത്സാ സഹായ കമ്മിറ്റി ശസ്ത്രക്രിയ കഴിഞ്ഞ് ബാക്കി തുക കുടുംബത്തിന് കൈമാറി. നിധിന് ഇതുവരെ ചെലവഴിച്ചത് 4 ലക്ഷത്തിലധികം രൂപ. സഹായിച്ചവർക്ക് നന്ദി അറിയിച്ച് കമ്മിറ്റി ഭാരവാഹികൾ. വാർത്തകൾ വിശദമായി. സോളാർ കേസിൽ അന്നത്തെ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തന്നെ വിളിച്ചത് ചെറിയാൻ ഫിലിപ്പ് വഴിയെന്ന് ജോൺ ബ്രിട്ടാസ് MP. സോളാർ സമരം അവസാനിപ്പിക്കുന്നതിനായി തിരുവഞ്ചൂർ തുടർച്ചയായി വിളിച്ചിരുന്നു. ജുഡീഷ്യൽ അന്വേഷണവും അതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഉൾപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ടത് CPM. മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെ കണ്ടതും പാർട്ടി അറിവോടെ. ഉമ്മൻചാണ്ടിയെ കണ്ടപ്പോൾ തിരുവഞ്ചൂരും PK കുഞ്ഞാലിക്കുട്ടിയും ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ജുഡീഷ്യൽ അന്വേഷണത്തിൽ ഉൾപ്പെടുത്തണമെന്ന് CPMന്റെ ആവശ്യം ഉമ്മൻചാണ്ടി സമ്മതിച്ചുവെന്നും ജോൺ ബ്രിട്ടാസ് പറഞ്ഞു. ജോൺ മുണ്ടക്കയുമായിട്ട് ഞാൻ ഈ സോളാർ വിഷയം ചർച്ച ചെയ്തു എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഭാവനയുടെ ഭാഗം. യഥാർത്ഥത്തിൽ ജോണുമായിട്ട് അങ്ങനെ യാതൊരുവിധ ചർച്ചയും നടത്തിയില്ല. യഥാർത്ഥത്തിൽ സംഭവിച്ചത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് എന്നെ ബന്ധപ്പെടുന്നത്. അന്ന് അദ്ദേഹം ആഭ്യന്തരമന്ത്രിയാണ്. അദ്ദേഹം എന്നെ നേരിട്ടല്ല ബന്ധപ്പെട്ടത്. ഇന്ന് കോൺഗ്രസ്സിലുള്ള വളരെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള കോൺഗ്രസിൻ്റെ മാധ്യമ സമിതി അധ്യക്ഷൻ കൂടിയായ ചെറിയാൻ ഫിലിപ്പിൻ്റെ ഫോണിലാണ് ബന്ധപ്പെട്ടത്. ഞാൻ കൈരളിയുടെ ഓഫീസിൽ ഇരിക്കുമ്പോൾ ചെറിയാൻ ഫിലിപ്പിൻ്റെ ഫോണിൽ അദ്ദേഹം സംസാരിച്ച ശേഷം ആ ഫോണാണ് എനിക്ക് ചെറിയാൻ ഫിലിപ്പ് കൈമാറുകയും അദ്ദേഹം ഈ സോളാർ വിഷയത്തെക്കുറിച്ചുള്ള സമരത്തെക്കുറിച്ചും അതിൽ സർക്കാർ ഏത് നിലയ്ക്കുള്ള ഒത്തുതീർപ്പിന് തയ്യാറാണെന്നും പ്രതിപക്ഷത്തിൻ്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണെന്നും ദയവ് ചെയ്ത് എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അത് അറിയിക്കണമെന്നും CPM നേതൃത്വത്തെ തൻ്റെ ഈ മനോഗതം അറിയിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയാണ് ചെയ്തത്, നിർദ്ദേശിക്കുകയാണ് ചെയ്തത്. അല്ലാതെ ജോൺ മുണ്ടക്കയത്തെ ഞാൻ വിളിക്കുകയോ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ഞാൻ വിളിക്കുകയോ ചെയ്യുന്ന സംഭവമില്ല. ഇതിൽ ജീവിക്കുന്ന ഒരു ദൃക്സാക്ഷിയാണ് ചെറിയാൻ ഫിലിപ്പ്. അദ്ദേഹം ഇന്ദിരാഭവനിലുണ്ടാവും. ജോൺ മുണ്ടക്കയത്തിൻ്റെ അടുത്ത സുഹൃത്തും കൂടിയായിരിക്കാം. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ അടുത്ത സുഹൃത്തും കൂടിയാണ്. നിങ്ങൾ പത്രപ്രവർത്തകർക്ക് നേരിട്ട് ചെറിയാൻ ഫിലിപ്പിനെ വിളിച്ച് അന്വേഷിക്കാവുന്നതാണ്. മാത്രമല്ല അന്നത്തെ കോൾ ലിസ്റ്റുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഞാനീ പറയുന്നത് വളരെ കൃത്യമായിട്ട് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യും. എവിടെ നിന്നാണ് ഈ ജോൺ മുണ്ടക്കയത്തിന് ഈ കഥ കിട്ടിയെന്ന് എനിക്കറിയില്ല. പിന്നെ പലരും പറയാറുണ്ട് വിരമിക്കുന്ന പത്രപ്രവർത്തകർക്ക് ഒരു പുസ്തകമൊക്കെ എഴുതി ഒരു ലൈം ലൈറ്റ് ഉണ്ടാക്കണം, അതൊരു രീതിയാണെന്ന്. പക്ഷേ ആ ഒരു പട്ടികപ്പെടുത്തുന്ന ആളൊന്നും അല്ല ജോൺ മുണ്ടക്കയൻ. ഒരു പക്ഷേ അദ്ദേഹം ഒരു മേക്ക് ബിലീഫ് വേൾഡിൽ പെട്ടതായിരിക്കാം. അല്ലെങ്കിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അദ്ദേഹത്തെ ബ്രീഫ് ചെയ്തുകൊണ്ടോ അല്ലയോ എനിക്കറിയില്ല. എനിക്കദ്ദേഹത്തിനോടൊരു അലോഹ്യമില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞതിൽ പകുതി ശതമാനം ശരിയാണ്. അപ്പം ഒരു പത്രപ്രവർത്തകൻ ഇന്നത്തെ കാലഘട്ടത്തിൽ പാതി ഭാഗമെങ്കിലും വസ്തുത പറഞ്ഞ സ്ഥിതിക്ക് അദ്ദേഹത്തെ അനുമോദിക്കുകയും ചെയ്യണം. സോളാർ കേസ് ഒത്തുതീർപ്പിന് പോകേണ്ട കാര്യം CPMനില്ലെന്ന് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ. സമരഘട്ടത്തിൽ ജുഡീഷ്യൽ അന്വേഷണം സർക്കാർ അറിയിച്ചിട്ടില്ലെന്നും ജുഡീഷ്യൽ അന്വേഷണ റിപ്പോർട്ട് വന്നതോടെ ജനങ്ങൾ കാര്യങ്ങൾ മനസ്സിലായെന്നും MV ജയരാജൻ. കണ്ണൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങൾ ജനാധിപത്യ മാർഗത്തിലൂടെ ആ മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും പിന്നീട് പുറത്താക്കി. CPMന്റെ സമരത്തിന് ശേഷമാണ് ജുഡീഷ്യൽ അന്വേഷണം തന്നെ പ്രഖ്യാപിച്ചുള്ള ഉത്തരവ് ഇറങ്ങിയത്. CPMനെതിരായ പ്രചാരവേലയാണ് ഇപ്പോൾ നടക്കുന്നതെന്നും MV ജയരാജൻ പറഞ്ഞു. അന്വേഷണം പ്രഖ്യാപിക്കേണ്ടി വന്നല്ലോ. ചെറിയ കാര്യമല്ലല്ലോ. ഒന്നുമില്ലാതെ എന്ന് പറഞ്ഞതിൽ നിന്ന് ഒരു അന്വേഷണത്തിലേക്ക് എത്തിയത് സമരമാണല്ലോ. പിന്നീട് കുത്തുവറവ് സംഭവത്തിന് സമാനമാണിതും. കുത്തുവറവ് സംഭവം ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു, ഇത് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു. തുടർന്ന് സ്വാഭാവികമായും അന്വേഷണത്തിന് ശേഷം റിപ്പോർട്ട് വന്നു, രണ്ടിന്റെയും റിപ്പോർട്ട് വന്നു. കുറ്റക്കാരെല്ലാം അന്നത്തെ ഭരണത്തിന് നേതൃത്വം കൊടുത്തവരാണ് എന്നുള്ളതും വന്നു. തുടർന്ന് ജനങ്ങൾ ജനാധിപത്യ മാർഗത്തിലൂടെ ഈ പ്രശ്നങ്ങളടക്കം
ജനവിരുദ്ധമായ നിലപാട് സ്വീകരിച്ചവർക്ക് അന്നത്തെ ജനങ്ങൾ വേലൂടെ മറുപടി നൽകി ഇടതുപക്ഷം അധികാരത്തിൽ വരികയും അന്വേഷണം ആവശ്യമുണ്ടായിരുന്നല്ലോ. ആവശ്യം ഞാൻ പറയുന്നത് മുഖ്യമന്ത്രിയെ പുറത്താക്കണം. മുഖ്യമന്ത്രിയെ പുറത്താക്കുന്നത് ജനാധിപത്യ മാർഗത്തിലൂടെ ജനങ്ങൾ തന്നെ നിർവഹിച്ചു കഴിഞ്ഞു. അതിൽ പിന്നെ എന്താ വേറൊന്ന് പറയണ്ടേ? ഇപ്പോ കേസിലുള്ള അന്വേഷണം ഉന്നതരിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് CPM ഒത്തുതീർപ്പിന് തയ്യാറായതെന്നാണ്. അതുപോലത്തെ വിഡിത്തം വേറെ കിട്ടും. എന്തെങ്കിലും ഉന്നതങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങൾ അവർക്ക് കിട്ടിയിരുന്നു. യഥാർത്ഥത്തിൽ ഉന്നതങ്ങൾ എന്ന് പറയുന്നത് ആരാണെന്ന് പിണറായി വിജയനല്ല. പിണറായി വിജയനെതിരായി എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ച അന്ന് UDF ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ചെയ്തിട്ടുണ്ട് ഉണ്ടെങ്കിൽ ആ SLC ലാബിലിൻ കേസിൽ പ്രതിയാണ്. അതുകൊണ്ട് ആ വാദത്തിനെ പ്രസക്തിയില്ല. ഇനി ഇപ്പോഴെടുക്കാം നിയമസഭയിൽ എന്തെല്ലാം അഭിപ്രായങ്ങളാണ്. ആ മാത്യു കുഴൽനാടൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ബലിയാടൻ, അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിച്ചതല്ല, രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് കോടതി തന്നെ പറഞ്ഞു. അതുകൊണ്ട് പിണറായി വിജയൻ എന്ന് പറയുന്ന CPM-ന്റെ നേതാവിനെതിരായിട്ട് ഇതുപോലെയുള്ളത് ഇനിയും വരും. അതുകൊണ്ട് ഒത്തുതീർപ്പിന്റെ ഒരു പ്രശ്നവും ഉത്ഭവിക്കുന്നില്ല. വസ്തുതയില്ലാത്ത ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. ജുഡീഷ്യൽ അന്വേഷണ റിപ്പോർട്ടിലൂടെ സത്യം പുറത്തുവന്നു. TP കേസിൽ ഉന്നതങ്ങളിലേക്ക് പോകാതിരിക്കാൻ ഒത്തുതീർപ്പെന്ന ആരോപണം വിഡിത്തമെന്നും MV ജയരാജൻ കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. തോട്ടട സമാജ്വാദി കോളനിക്ക് സമീപം തീപിടുത്തം. ചോക്ക് നിർമ്മാണ ഫാക്ടറിക്ക് പിറകിലാണ് തീപിടുത്തമുണ്ടായത്. ഫയർഫോഴ്സ് എത്തി തീ അണച്ചതിനാൽ വൻ ദുരന്തം ഒഴിവായി. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സമാജ്വാദി കോളനിക്ക് സമീപമാണ് രാവിലെയോടെ തീപിടുത്തം ഉണ്ടായത്. തീ പടർന്നത് എങ്ങനെയാണ് എന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. സമീപത്ത് തന്നെ ആശ്രയം സ്പെഷ്യൽ സ്കൂളും ചോക്ക് നിർമ്മാണ കമ്പനിയും അതുപോലെ വ്യാപാര സ്ഥാപനങ്ങളും ഉള്ള സ്ഥലത്ത് തീപിടുത്തം ഉണ്ടായത് ജനങ്ങളിൽ ആശങ്കയ്ക്ക് ഇടയാക്കിയിരുന്നു. എന്നാൽ ഫയർഫോഴ്സിന്റെ സംയോജിതമായ ഇടപെടലിൽ ഒഴിവായത് വൻ ദുരന്തമാണ്. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇന്ത്യൻ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയെ തകർക്കാൻ നീക്കം നടക്കുന്നതായി ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. സൊസൈറ്റി ബാങ്കിംഗ് മേഖലയിലേക്ക് കടന്നതോടെ ആദായ നികുതി വകുപ്പിന്റെ പരിശോധനകൾ നടന്നുവരുന്നത് മറ്റു പല രീതികളിലും ചിത്രീകരിച്ച് നിക്ഷേപകരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഒരു വിഭാഗം ആൾക്കാർ എന്നും ഇവർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. 1998 തുടങ്ങിയ ഇന്ത്യൻ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയെ തകർക്കാനാണ് ഗൂഢശ്രമങ്ങൾ നടക്കുന്നത്. സൊസൈറ്റി വളർച്ചയുടെ പടവുകൾ താണ്ടി ബാങ്കിംഗ് മേഖലയിലേക്ക് കടന്നിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായാണ് സൊസൈറ്റിയുടെ ചില ഓഫീസുകളിൽ ആദായ നികുതി വകുപ്പിന്റെ പരിശോധനകൾ നടക്കുന്നത്. ഒരു സാധാരണ പരിശോധനയാണെന്നിരിക്കെ ഇതിന്റെ ചുവട് പിടിച്ച് ചില കുൽസിത ശക്തികൾ കസ്റ്റമേഴ്സിനെ തെറ്റിദ്ധരിപ്പിക്കുകയും സ്ഥാപനത്തെ തകർക്കാൻ ശ്രമിക്കുകയുമാണ് എന്നാണ് ഭാരവാഹികൾ പറഞ്ഞത്. ഇതിന് നമ്മുടെ മലയാളീസിന്റെ പ്രത്യേകിച്ച് ഒരു സ്വഭാവമാണ് അല്ല, പ്രത്യേകിച്ച് അവർക്ക് അങ്ങനെയൊക്കെ കൊടുപ്പിക്കണമെന്നുള്ളത്. ഇതിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഈ ബാങ്കിന്റെ ഇതിലേക്ക് നീങ്ങുന്നതിലുള്ള ആ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ഒരു ഇൻസ്പെക്ഷൻ നടന്നത്. അപ്പൊ അതിന് ശേഷമാണ് ആൾക്കാർ അത് വേറെ രീതിയിൽ പാനിക്കാക്കി മാറ്റി. അതുകൊണ്ട് ഇപ്പം പൈസ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ പറ്റുന്ന തന്നെ എല്ലാവരും പൈസയും തിരിച്ചു കൊടുക്കും. അതൊന്നും ഒരു പ്രോബ്ലം ഇല്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇപ്പൊ എല്ലാ ബ്രാഞ്ചിലും നമ്മളിപ്പോ ചില ബ്രാഞ്ചൊക്കെ ഭയങ്കര തിരക്കൊക്കെ ഉണ്ട്. അപ്പൊ ആ സമയത്ത് അത് മാക്സിമം ചെയ്യാൻ വേണ്ടി ഒരു നല്ല രീതിയിൽ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി. അപ്പൊ ചില ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ ഈ അതിന്റെ ബാക്കിൽ ആരാണെന്ന് അറിയില്ല, അങ്ങനത്തെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ സോൾവ് ചെയ്തിട്ടുണ്ട്. ചില നിക്ഷേപകർ കാലാവധിക്ക് മുൻപായി അവരുടെ നിക്ഷേപം പിൻവലിക്കുന്നതിന് ബ്രാഞ്ചുകളിൽ അപേക്ഷ നൽകുകയും അതിൽ ഭൂരിഭാഗം അപേക്ഷകർ തീർപ്പാക്കി പണം നൽകിയിട്ടുള്ളതുമാണ്. 2024 ഫെബ്രുവരി മാസം മുതൽ ഇത്തരത്തിൽ 800 കോടിയിലധികം തിരിച്ചു നൽകിയിട്ടുമുണ്ട്. ബാക്കിയുള്ള അപേക്ഷകളുടെ ആകെ തുക 70 കോടിയോളം മാത്രമാണ്. എന്നാൽ സൊസൈറ്റിയുടെ നിലവിലുള്ള ആസ്തികളുടെ മൂല്യവും മെമ്പർമാർക്ക് നൽകിയിട്ടുള്ള ലോൺ തുകയുമൊക്കെ ഈ തുകയുടെ പല മടങ്ങ് ഇരട്ടിയാണ്. സൊസൈറ്റി നൽകിയിരിക്കുന്ന ലോണിന്റെ തിരിച്ചടവിൽ മേൽപ്പറഞ്ഞ പരിശോധനയ്ക്ക് ശേഷം വായ്പക്കാർ വരുത്തിയിരിക്കുന്ന കുടിശ്ശിക തുക തന്നെ 150 കോടിയിലധികമുണ്ട്.
ഈ കുടിശ്ശിക തിരിച്ചു ലഭിച്ചാൽ തന്നെ ഇപ്പോഴുള്ള മുഴുവൻ അപേക്ഷകളും തീർപ്പാക്കാനുള്ളതിനേക്കാൾ പണം ലഭ്യവുമാണ്. മേൽപ്പറഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില നിക്ഷേപകർ കാലാവധിക്ക് മുമ്പ് തന്നെ പണം പിൻവലിക്കുവാൻ എത്തുകയും എന്നാൽ ഇതൊരു അവസരമായി കണ്ട് ചില വായ്പക്കാർ വായ്പാ തിരിച്ചടവിന് താമസം വരുത്തുകയുമായിരുന്നുവെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഈ നിങ്ങളുടെ സഹകരണത്തോട് കൂടിയിട്ട് പബ്ലിസിറ്റി ചെയ്യുമ്പോഴാണ് മറ്റുള്ള ബ്രാഞ്ചുകൾക്കും ഈ തെറ്റിദ്ധാരണ മാറിക്കിട്ടുള്ളൂ. ആ തെറ്റിദ്ധാരണ മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു അവസരം ഒരുക്കിയിട്ടുള്ളത്. ഇനി എന്തെങ്കിലും ചോദിക്കാറുണ്ടെങ്കിൽ അങ്ങനെ ഒരു സംശയം ഇല്ലായില്ല. പക്ഷെ അത് കൺഫേം ആയിട്ട് പറയാൻ വേണ്ടി നമ്മൾ അതിന്റെ ബാക്കിങ്ങനെ അന്വേഷണം നടന്നോളൂ. സൊസൈറ്റിയുടെ ആരംഭം മുതൽ ഇന്ന് വരെയും കാലാവധി പൂർത്തിയായ എല്ലാ നിക്ഷേപകർക്കും മെച്യൂരിറ്റി തുകയും പ്രതിമാസ പലിശയും കൃത്യമായി നൽകി വരുന്നുണ്ട്. കാലാവധിക്ക് മുമ്പ് പിൻവലിക്കുവാനായി വന്ന അപേക്ഷകൾക്ക് നടപടി സ്വീകരിച്ചിട്ടുണ്ട്. സൊസൈറ്റിയെ തകർക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്നും സൊസൈറ്റി കൺസൾട്ടന്റുമാരായ അമീൻ, ദിനേശൻ നായർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇടവേള. സോളാർ വീണ്ടും പുകയുന്നു. ആരോപണ പ്രത്യാരോപണങ്ങളിൽ ഇരുമുന്നണികളും. സമരം അവസാനിപ്പിക്കാൻ തിരുവഞ്ചൂർ വിളിച്ചതായി ജോൺ ബ്രിട്ടാസും ഒത്തുതീർപ്പിന് പോകേണ്ട ആവശ്യം തങ്ങൾക്കില്ലെന്ന് MV ജയരാജനും. തോട്ടടയിൽ തീപിടുത്തം. തീ പടർന്നത് സമാജ്വാദി കോളനിക്ക് സമീപമുള്ള പറമ്പിൽ. ഫയർഫോഴ്സിന്റെ ഇടപെടലിൽ ഒഴിവായത് വൻ ദുരന്തം. നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന സ്ഥലത്തെ തീപിടുത്തം ജനങ്ങളിൽ ആശങ്കയ്ക്കിടയാക്കി. നിധിൻ ചികിത്സാ സഹായ കമ്മിറ്റി ശസ്ത്രക്രിയ കഴിഞ്ഞ് ബാക്കി തുക കുടുംബത്തിന് കൈമാറി. നിധിന് ഇതുവരെ ചെലവഴിച്ചത് 4 ലക്ഷത്തിലധികം രൂപ. സഹായിച്ചവർക്ക് നന്ദി അറിയിച്ച് കമ്മിറ്റി ഭാരവാഹികൾ. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിങ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC+2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്. കോസ്മെറ്റോളജി രംഗത്ത് ഏറ്റവും മികവുറ്റ കോഴ്സുകളുമായി GITD 17ാം വർഷത്തിലേക്ക്. 100% പ്രാക്ടിക്കൽ ഓറിയന്റഡ് ട്രെയിനിങ്, ഏറ്റവും പുതിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള പഠനം, പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനർ ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD വനിതകളുടെ വിജയത്തിന്റെ വഴികാട്ടി. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോറൂം 5 നിലകൾ, 10,000 സ്ക്വയർ ഫീറ്റ് പാർക്കിംഗ്. മൈജി ഫ്യൂച്ചർ കണ്ണൂർ താണയിൽ. ഹോം അപ്ലയൻസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ, കിച്ചൺ അപ്ലയൻസ് എന്നിവയുടെ കണ്ണുതള്ളുന്ന കളക്ഷൻ, കണ്ണുതള്ളുന്ന വിലക്കുറവിലും ഓഫറുകളിലും. കണ്ണുതള്ളുന്ന ഷോപ്പിംഗ് എക്സ്പീരിയൻസുമായി മൈജിയുടെ ബിഗ്ഗസ്റ്റ് ഫ്യൂച്ചർ ഷോറൂം കണ്ണൂർ താണയിൽ. നമ്മുടെ കണ്ണൂരിന്റെ ഫ്യൂച്ചർ ഇനി വേറൊരു റേഞ്ച് ആവുകയാണ്. ഹോം അപ്ലയൻസസിന്റെയും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിന്റെയും ഇതുവരെ കാണാത്ത കളക്ഷനുമായി മൈജി ഫ്യൂച്ചർ ഇപ്പോൾ കണ്ണൂർ താണയിൽ. കണ്ണൂരിന്റെ കണ്ണുതള്ളും. കടലടിയിലൂടെ സഞ്ചരിക്കുന്ന ആഗ്രഹമില്ലാത്തവർ ആരെങ്കിലും ഉണ്ടോ? എങ്കിൽ നിങ്ങളുടെ ആഗ്രഹം മറൈൻ എക്സ്പോയിൽ വന്നാൽ തീരാവുന്നതേ ഉള്ളൂ. മാത്രമല്ല ഇവിടെ വേറെ പലതും ഉണ്ട്. എന്റെ ഇവിടെ വന്നാൽ കാണിച്ചു തരാം. നമ്മുടെ ഇന്ത്യയുടെ അഭിമാനമായ ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ അറിയാത്തവർ ആരും കാണില്ല അല്ലേ? സാറിന്റെ ജീവചരിത്രം ഓർമ്മിപ്പിക്കുന്ന ആർട്ട് വർക്ക്സ് ഇവിടെ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു.
ഇനി നമുക്ക് കടലിനടിയിലേക്ക് പോയാലോ? ഇന്ത്യയിലെ ആദ്യത്തെ ഡബിൾ ഡെക്കഡ് അക്രൈലിക് അണ്ടർവാട്ടർ ടണലിലൂടെ കടലിലെ അത്ഭുതങ്ങൾ നിങ്ങൾക്ക് അടുത്തു കാണാം. മീനുകൾ മാത്രമല്ല ഇവിടെയുള്ളത്. വെള്ളത്തിനടിയിൽ നിന്നും PADI സർട്ടിഫൈഡ് ആയിട്ടുള്ള സ്കൂബ ഡൈവേഴ്സ് നിങ്ങളെ വിസ്മയിപ്പിക്കുന്നതാണ്. വിദേശത്ത് നിന്നും ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള പലതരം എക്സോട്ടിക് പെറ്റ്സ് ഇവിടെ ഈ പവലിയനിൽ നിങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്നു. കടലിലെ വിസ്മയങ്ങളും കണ്ട് അങ്ങനെ അങ്ങ് പോയാലോ? ഇനിയും ഉണ്ട് ബാക്കി. ഇപ്പോൾ May 20 വരെയുള്ളൂ. ലൊക്കേഷൻ മറക്കണ്ട, കണ്ണൂർ പോലീസ് മൈതാനിയിലാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് വരെ മറൈൻ എക്സ്പോ എൻജോയ് ചെയ്യാം. വാർത്തയിലേക്ക്. ജനനായകനും കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയുമായിരുന്ന EK നായനാരുടെ 20ാം ചരമവാർഷിക ദിനം 19-ന് ജില്ലയിൽ വിപുലമായി ആചരിക്കുമെന്ന് CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ. 19-ന് രാവിലെ 8-ന് പയ്യാമ്പലത്തെ നായനാർ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ PK ശ്രീമതി, EP ജയരാജൻ, KK ശൈലജ തുടങ്ങിയവരും നായനാരുടെ കുടുംബാംഗങ്ങളും പങ്കെടുക്കും. അതിനുശേഷം ബർണശ്ശേരി നായനാർ അക്കാദമിയിൽ അനുസ്മരണ പരിപാടി നടക്കും. അന്നേ ദിവസം നായനാർ മ്യൂസിയം ജനങ്ങൾക്കായി തുറന്നു കൊടുക്കുമെന്നും MV ജയരാജൻ പറഞ്ഞു. May 18-19 തീയതികളിൽ CPIMന്റെ നേതൃത്വത്തിൽ എല്ലാ പ്രദേശത്തും മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനം സംഘടിപ്പിക്കും. തദ്ദേശ സ്ഥാപനങ്ങളുമായി സഹകരിച്ചുകൊണ്ടായിരിക്കും ഈ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക. 19-ന് രാവിലെ 8 മണിക്ക് പയ്യാമ്പലത്തെ നായനാർ സ്മൃതി മന്ദിരത്തിൽ പുഷ്പചക്രം അർപ്പിക്കും. രാവിലെ 8 മണിക്കാണ് എല്ലാവരും അവിടെ പയ്യാമ്പലത്ത് എത്തിച്ചേരേണ്ടത്. പയ്യാമ്പലത്തെ പുഷ്പാർച്ചനയ്ക്ക് ശേഷം അവിടെ നിന്നും പ്രകടനമായി നായനാർ അക്കാദമിയിലേക്ക് പോകും. അവിടെ വെച്ചാണ് നായനാർ അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത്. ഈ പരിപാടികളിൽ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള EP ജയരാജൻ, PK ശ്രീമതി ടീച്ചർ, KK ശൈലജ ടീച്ചർ എന്നിവർ പങ്കെടുക്കും. അവർക്ക് പുറമെ നായനാറുടെ സഹധർമ്മിണി ശാരദ ടീച്ചറും കുടുംബാംഗങ്ങളും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. വൈകുന്നേരം കല്യാശ്ശേരി നായനാറുടെ ജന്മനാട്ടിൽ വിപുലമായിട്ടുള്ള അനുസ്മരണ സമ്മേളനം വൈകുന്നേരം 5 മണിക്ക് സംഘടിപ്പിക്കുന്നുണ്ട്. മ്യൂസിയത്തിന്റെ 1ാം ഘട്ടത്തിന്റെ ഭാഗമായി ഒരുക്കിയ സംവിധാനങ്ങൾ ജനങ്ങൾക്ക് കാണാനാവും. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഇവിടെ തയ്യാറാക്കിയ നായനാരുമായി സന്ദർശകർക്ക് സംസാരിക്കാം. ജനപ്രിയ പരിപാടിയായ നായനാരോട് ചോദിക്കാം ഫോൺ-ഇൻ പരിപാടിയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പാർട്ടിയുടെ ആദ്യകാല നേതാക്കളായ P കൃഷ്ണപിള്ള, EMS, NC ശേഖർ, AKG നായനാർ എന്നിവരുടെ സിലിക്കോണിൽ നിർമ്മിച്ച ജീവൻ തുടിക്കുന്ന പ്രതിമ, പഴയകാല പോരാട്ടങ്ങളുടെ 7 മിനിറ്റ് ദൈർഘ്യമുള്ള ഹ്രസ്വചിത്രം, നായനാർ ഉപയോഗിച്ച പേന, കണ്ണട തുടങ്ങിയവയുടെ പ്രദർശനം, രക്തസാക്ഷികളുടെ ഫോട്ടോയും പേരും വർഷവും ഉൾപ്പെടുത്തിയുള്ള വിശദാംശങ്ങളുടെ രക്തസാക്ഷി ഭിത്തി, സർവ്വദേശീയ തൊഴിലാളി പോരാട്ടത്തിന്റെ പ്രതീകമായ 30 അടിയുള്ള മുഷ്ടി ചുരുട്ടിയ പ്രതിമ, ലോബിയിലെ മുഖത്തളം എന്നിവയാണ് മ്യൂസിയത്തിലെ കാഴ്ചകൾ. 2ാം ഘട്ടത്തിൽ ഇവിടെ കൂടുതൽ കാഴ്ചകൾ ഒരുക്കും. 19-ന് വൈകിട്ട് 5-ന് കല്യാശ്ശേരിയിൽ നടക്കുന്ന അനുസ്മരണ പൊതുയോഗം MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യുമെന്നും MV ജയരാജൻ അറിയിച്ചു. കലാ, കായിക, സാംസ്കാരിക, വിജ്ഞാപന സൗഹൃദവേദിയുടെ നേതൃത്വത്തിലുള്ള ചങ്ങാതിക്കൂട്ടം വാട്സപ്പ് ഗ്രൂപ്പിന്റെ വാർഷിക സമ്മേളനവും കുടുംബസംഗമവും ഞായറാഴ്ച പയ്യന്നൂർ ശ്രീനാരായണ വിദ്യാലയത്തിലെ ആനന്ദതീർത്ഥ ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പയ്യന്നൂർ സബ് ഇൻസ്പെക്ടർ K മഹേഷ് കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്യും. ചങ്ങാതിക്കൂട്ടം എന്ന വാട്സപ്പ് കൂട്ടായ്മയുടെ ആരംഭിച്ചിട്ട് 4 വർഷമായി. 2020 May 23-നാണ് ആരംഭിക്കുന്നത്. ആ കൊറോണ കാലം നമ്മുടെ ഓരോരുത്തരെയും വീട്ടിൽ കെട്ടിയിട്ട് ആ കാലത്താണ് എല്ലാവർക്കൊരു മാനസിക സുഖത്തിനും അതുപോലെ അറിയപ്പെടാത്ത കുറേ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുക എന്നൊരു ലക്ഷ്യത്തോടെയും ഈ ഗ്രൂപ്പ് ആരംഭിക്കുന്നത്. അതിനുശേഷം അന്ന് തൊട്ട് ഇന്ന് വരെയും ഡെയിലി
വിവിധങ്ങളായ പ്രോഗ്രാമുകൾ വൈകുന്നേരം 6:30 മുതൽ രാത്രി 10:30 വരെ ഷുവറായിട്ടുണ്ടായിരിക്കും. ഒരുപാട് കലാകാരന്മാരും പ്രശസ്തരായ സെലിബ്രിറ്റീസും അതുപോലെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഹോൾഡേഴ്സ് അങ്ങനെ എല്ലാ മേഖലകളിലും കഴിവ് തെളിയിച്ചവരാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യം. ശ്രീലത മേഡെല്ലാം നമ്മുടെ ഗ്രൂപ്പിലെ സജീവ അംഗമാണ്. അതുപോലെ വൈക്കം വിജയലക്ഷ്മി, വാവ സുരേഷ്, ഡാവിഞ്ചി സുരേഷ് ഇങ്ങനെയുള്ള പ്രശസ്തരെല്ലാം നമ്മുടെ കൂടെയുണ്ട്. അപ്പം 3 വാർഷികങ്ങളും നമ്മൾ വളരെ വിപുലമായി തന്നെ നടത്തിയിട്ടുണ്ട്. ഇപ്രാവശ്യം 4ാം വർഷം പയ്യന്നൂർ ശ്രീനാരായണ വിദ്യാലയത്തിൽ വെച്ചിട്ടാണ് നമ്മുടെ വാർഷികം നടത്തുന്നത്. വിദേശ രാജ്യങ്ങളിലും അതുപോലെ കേരളത്തിൻ്റെ പല ജില്ലകളിലും തമിഴ്നാട്, കർണാടകം സ്റ്റേറ്റുകളിൽ നിന്നുള്ളവരൊക്കെ നമ്മുടെ ഈ പ്രോഗ്രാമിന് പങ്കെടുക്കുന്നുണ്ട്. തമിഴ്നാട് മധുരയിൽ നിന്നും ഒരു കലാകാരൻ എത്തിച്ചേരുന്നുണ്ട്. അതുപോലെ വിദേശത്തുള്ളവരും ഈ വാർഷികത്തിന് വേണ്ടി എത്തിക്കഴിഞ്ഞു. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലുള്ളവരും ഇന്ത്യക്കകത്തും വിദേശ രാജ്യങ്ങളിലുള്ളവരും ഗിന്നസ് വേൾഡ് റെക്കോർഡ് ജേതാക്കളും സിനിമാ സീരിയൽ താരങ്ങൾ, ചാനൽ ഷോകളിലെ മിമിക്രി താരങ്ങൾ, വിവിധ ട്രൂപ്പുകളിലെ ഗായകർ, ചിത്രകാരന്മാർ, ശില്പികൾ, മറ്റ് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർ തുടങ്ങിയവർ ചങ്ങാതിക്കൂട്ടം കൂട്ടായ്മയിലുണ്ട്. പയ്യന്നൂർ സബ് ഇൻസ്പെക്ടർ കെ മഹേഷ് കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്യും. സിനിമാ സീരിയൽ താരം കണ്ണൂർ ശ്രീലത മുഖ്യ അതിഥിയായി പങ്കെടുക്കും. വിവിധ കലാപരിപാടികളും അരങ്ങേറുമെന്ന് ദിലീപ് മാസ്റ്റർ അറിയിച്ചു. സജീഷ് തൃക്കരിപ്പൂർ, ബാബു കൊടോളിപ്പുറം, കണ്ണൂർ ശ്രീലത, പ്രശാന്തൻ കിഴുത്തള്ളി എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കൂട്ടായ്മയുടെ ഏറ്റവും വലിയ വിജയമെന്ന് പറയുന്നത് നമ്മളിലുള്ളവർക്കും ആവശ്യമുള്ള ആളുകൾക്കും നമ്മൾ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട്. അതുതന്നെ നമ്മുടെ എല്ലാ അംഗങ്ങളും പ്രത്യേകം ശ്രദ്ധ കൊടുത്തുകൊണ്ട് ചെയ്തു വരുന്ന ഒരു പ്രവർത്തനമാണ്. കൂടാതെ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കൂട്ടായ്മ കൂടിയാണ്. ഞാനൊക്കെ ഈ പ്രസ്ഥാനത്തിൽ എത്തിപ്പെട്ടത് കലയിലൂടെയാണ്. ഞാനൊരു ഗിന്നസ് വേൾഡ് റെക്കോർഡറാണ് വിസിലിങ്ങിൽ. അതിലൂടെയാണ് ഞാൻ ഈ ഗ്രൂപ്പിലെത്തിപ്പെടുന്നതും പിന്നീട് ഗ്രൂപ്പിൻ്റെ കൂടെ സജീവമായി പ്രവർത്തിച്ചു വരികയും ചെയ്യുകയാണ്. കൂടുതലും ചാരിറ്റി പ്രവർത്തനങ്ങളിൽ നമ്മുടെ സംഘടന പ്രവർത്തിച്ചു വരുന്നു. വീടിന്റെ സ്റ്റെയർകേസിൽ ഹാൻഡ് റെയിൽ ഇല്ലാത്തതിനാൽ താഴെ വീണ് തലക്ക് സാരമായി പരിക്കേറ്റ അഴീക്കോട് ചാലിനടുത്ത കൊലേരിയൻ നിധിൻ്റെ ചികിത്സാ ചെലവിനായി പിരിഞ്ഞു കിട്ടിയ പണത്തിൽ ചികിത്സാ ചെലവ് കഴിച്ചുള്ള ബാക്കി തുക നിധിൻ സഹായ കമ്മിറ്റി കുടുംബത്തിന് കൈമാറി. വീഴ്ചയിൽ തലയോട്ടിക്ക് സാരമായി പരിക്കേറ്റതിനാൽ മണിപ്പാൽ കസ്തൂർബ മെഡിക്കൽ കോളേജിൽ തലയോട്ടി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തേണ്ടി വന്നിരുന്നു. ഭാരിച്ച തുക ചികിത്സക്ക് ആവശ്യമായതിനാൽ ചികിത്സാ കമ്മിറ്റി രൂപീകരിച്ച് പണം കണ്ടെത്തുകയായിരുന്നു. സമാഹരിച്ചു കിട്ടിയ 4,62,836 രൂപയിൽ ചികിത്സയ്ക്കായി ചിലവായ തുക കഴിച്ച് ബാക്കി 26,150 രൂപയാണ് കുടുംബത്തിന് കൈമാറിയത്. പണം സ്വരൂപിക്കാൻ സഹകരിച്ചവർക്കും കൂടാതെ ശ്രീകണ്ഠാപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നന്മ സംഗീത കൂട്ടായ്മയ്ക്കും പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ചികിത്സാ സഹായ കമ്മിറ്റി നന്ദി അറിയിച്ചു. കണ്ണൂർ ജില്ലയിലെ അഴീക്കോട് ചാൽ ബീച്ചിനടുത്തുള്ള ശ്യാമള ഷാജിയുടെയും മകനായ നിതിൻ വീടിൻ്റെ സ്റ്റെയർകേസിൽ നിന്ന് അബദ്ധത്തിൽ വീണ് തലക്ക് ഗുരുതരമായി പരിക്കുപറ്റി 2 ഓപ്പറേഷൻ കണ്ണൂരിലൊരു സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് നടത്തി. അത് വിജയിച്ചില്ല. അതുകൊണ്ട് ഈ 2 ഓപ്പറേഷനും വലിയൊരു തുക ചിലവാകുകയും വീണ്ടും ഈ കുട്ടിയെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ വേണ്ടി ഒരുപാട് പ്രയാസപ്പെടുന്ന അവസരത്തിലാണ് നമ്മുടെ ഒരു ചികിത്സാ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചത്. അങ്ങനെ കസ്തൂർബ മെഡിക്കൽ കോളേജ് പോവുകയും അവിടെ വെച്ച് നല്ലൊരു ഓപ്പറേഷൻ നടത്തി ഇപ്പം അവൻ്റെ തലയോട്ടി മാറ്റിവെച്ച് പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതിന് ഏകദേശം നമുക്ക് ഇപ്പോൾ ചിലവായിട്ടുള്ളത് തന്നെ 4,62,000 രൂപയാണ് നമുക്ക് മൊത്തം കിട്ടിയിട്ടുള്ളത്. ഗൂഗിൾ പേയിൽ 1,58,326 രൂപയും ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്നത് 2,26,000 രൂപയും റെസീറ്റ് വരവ് 78,510 രൂപയാണ് കിട്ടിയിട്ടുള്ളത്. ബാക്കിയുള്ള പൈസ നമ്മൾ 26,150 രൂപ നമ്മൾ ഈ കുടുംബത്തിന് കൈമാറുകയാണ്. 4,36,686 രൂപ ഈ മൊത്തം ചിലവിതിന് വന്നിരുന്നു ചികിത്സയ്ക്ക് വേണ്ടി. അതിനുള്ള ബാക്കിയുള്ള എമൗണ്ട് ഈ കുട്ടിയുടെ കുടുംബത്തിന്
നമ്മൾ കൈമാറുന്നതാണ്. മാത്രമല്ല നിതിന്റെ വീടിന്റെ സ്റ്റെയർ കേസിന് ഹാൻഡ് റെയിലും കമ്മിറ്റി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. കൊയിലേരിയിലെ വീട്ടിൽ ഷാജി, ശ്യാമള എന്നിവരുടെ മകനാണ് നിതിൻ. വാർത്താ സമ്മേളനത്തിൽ ചികിത്സാ സഹായ കമ്മിറ്റി ചെയർമാൻ രഘുരാമൻ കീഴറ, വൈസ് ചെയർമാൻ വി ശാന്തകുമാരി, കെ നിതിൻ, ഷാജി കൊയിലേരിയൻ, ശ്യാമള ഷാജി എന്നിവർ പങ്കെടുത്തു. സാമൂഹ്യ വിരുദ്ധരെയും സ്ഥിരം കുറ്റവാളികളെയും നിയന്ത്രിക്കുന്നതിന് പോലീസിന്റെ ഓപ്പറേഷൻ ആഗ് സ്പെഷ്യൽ ഡ്രൈവിൽ കണ്ണൂർ സിറ്റി പോലീസ് പരിധിയിൽ 134 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ജില്ലയിൽ 2 ദിവസങ്ങളിലായി നടക്കുന്ന പരിശോധനയിലാണ് നടപടി. വരും ദിവസങ്ങളിലും ഇത്തരക്കാർക്കെതിരെ നടപടി തുടരുമെന്നും പോലീസ് അറിയിച്ചു. സ്പെഷ്യൽ ഡ്രൈവിൽ വിവിധ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട 72 പേർക്കെതിരെയും വാറണ്ട് കേസിൽ പ്രതികളായ 46 പേർക്കെതിരെയും ഗുരുതര കുറ്റം ചെയ്ത 2 പേർക്കെതിരെയും കാപ്പ പ്രകാരം ഒരാൾക്കെതിരെയും മറ്റ് ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ട 13 പേർക്കെതിരെയും അറസ്റ്റ് ഉൾപ്പെടെ നിയമ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിലും ഇത്തരക്കാർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ IPS അറിയിച്ചു. ശോഭനം മ്യൂസിക് അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ ചാരിറ്റി പ്രവർത്തനത്തിന്റെ ഭാഗമായി മേലെച്ചൊവ്വ പ്രത്യാശ ഭവനിലെ അന്തേവാസികൾക്കായി സംഗീത വിരുന്ന് സംഘടിപ്പിച്ചു. പ്രത്യാശ ഭവൻ മദർ സുപ്പീരിയർ സിസ്റ്റർ ജീന ഉദ്ഘാടനം ചെയ്തു. ഞങ്ങളുടെ ഈ കുടുംബത്തിലേക്ക് കടന്നു വരികയും ഞങ്ങളെ സന്തോഷിപ്പിക്കുന്നതിനും ചിരിക്കുന്നതിനും ചിരിപ്പിക്കുന്നതിനുമൊക്കെയായി ഈ ഭവനത്തിലേക്ക് കടന്നു വന്ന ഈ വലിയ അക്കാദമിയുടെ പ്രവർത്തകരെ, ഇതിൻ്റെ സംഘാടകരെ എല്ലാം ഞാൻ ഏറെ സ്നേഹത്തോടെ ഓർക്കുകയാണ്. ഇതൊരു വലിയ അനുഭവമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. പാവപ്പെട്ട ഈ മക്കളെ സംബന്ധിച്ച് ഇവർക്ക് പുറത്തുപോയി ഇങ്ങനൊരു പരിപാടി കാണുന്നതിനോ ആസ്വദിക്കുന്നതിനോ സാധിക്കില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ ഈ കുഞ്ഞുങ്ങളോടുകൂടി ഇവരോടുകൂടി ആയതുകൊണ്ട് നിങ്ങളെ കാണാൻ സാധിക്കുന്നു. മ്യൂസിക് അക്കാദമി ഈ സ്ഥാപനത്തിൽ പ്രത്യാശ ഭവനിൽ ഞങ്ങളുടെ ഇടയിൽ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ശോഭനം മ്യൂസിക് അക്കാദമി ഡയറക്ടർ സിദ്ദിഖ് അഹമ്മദ് അധ്യക്ഷത വഹിച്ചു. KT ജയപ്രകാശ് സ്വാഗതം പറഞ്ഞു. ശോഭനം പ്രസിഡന്റ് VK ശോഭന, C ഹരിദാസൻ, P വത്സരാജ്, രാകേഷ് പേരാവൂർ, KT മോഹനൻ, PP കാഞ്ചന ടീച്ചർ, MVG പ്രകാശൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 6760 രൂപ, പവന് 54,080 രൂപ, വെള്ളി 90 രൂപ. കാലാവസ്ഥ. സംസ്ഥാനത്ത് അതിതീവ്ര മഴ മുന്നറിയിപ്പ്. ഇതിന്റെ ഭാഗമായി ഇന്ന് മലപ്പുറം, വയനാട് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. നാളെ പാലക്കാട്, മലപ്പുറം ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞായറാഴ്ച 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 7 ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, എറണാകുളം, പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഉള്ളത്. തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സോളാർ വീണ്ടും പുകയുന്നു. ആരോപണ പ്രത്യാരോപണങ്ങളിൽ ഇരുമുന്നണികളും. സമരം അവസാനിപ്പിക്കാൻ തിരുവഞ്ചൂർ വിളിച്ചതായി ജോൺ ബ്രിട്ടാസും ഒത്തുതീർപ്പിന് പോകേണ്ട ആവശ്യം തങ്ങൾക്കില്ലെന്ന് MV ജയരാജനും. തോട്ടടയിൽ തീപിടുത്തം. തീ പടർന്നത് സമാജ്വാദി കോളനിക്ക് സമീപമുള്ള പറമ്പിൽ. ഫയർഫോഴ്സിന്റെ ഇടപെടലിൽ ഒഴിവായത് വൻ ദുരന്തം. നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന സ്ഥലത്തെ തീപിടുത്തം ജനങ്ങളിൽ ആശങ്കയ്ക്കിടയാക്കി. നിതിൻ ചികിത്സാ സഹായ കമ്മിറ്റി ശസ്ത്രക്രിയ കഴിഞ്ഞ് ബാക്കി തുക കുടുംബത്തിന് കൈമാറി. നിതിന് ഇതുവരെ ചെലവഴിച്ചത് 4 ലക്ഷത്തിലധികം രൂപ. സഹായിച്ചവർക്ക് നന്ദി അറിയിച്ച് കമ്മിറ്റി ഭാരവാഹികൾ. വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.